ഇനി പണിമുടക്ക് ദിവസത്തെ ഒരു നല്ല വാർത്ത. ജീവനക്കാരും തൊഴിലാളികളും അവകാശങ്ങൾക്ക് വേണ്ടി പണിമുടക്കി വീട്ടിലിരിക്കുമ്പോൾ അരി മേടിക്കുവാൻ കാൽനടയായി കച്ചവടം ചെയ്യുന്ന ഒരു യുവാവ്. നെയ്ശ്ശേരി പൊടിപ്പാറയിൽ ഷാജിയാണ് കാൽനടയായി മത്സ്യവ്യാപാരം നടത്തി വരുന്നത്. പണിമുടക്കോ സമരമോ ഷാജിയെ ബാധിക്കില്ല. കരിമണ്ണൂരിൽ നിന്ന് മത്സ്യം വാങ്ങി വണ്ടമറ്റം നെയ്ശ്ശേരി വഴി ഷാജി ദിവസവും മടങ്ങുന്നു. കഴിഞ്ഞ 30 വർഷമായി കാൽനടയായി മത്സ്യവ്യാപാരം നടത്തി വരികയാണെന്ന് ഷാജി പറഞ്ഞു. ഇനി പണിമുടക്ക് ദിവസത്തെ ഒരു നല്ല വാർത്ത. ജീവനക്കാരും തൊഴിലാളികളും അവകാശങ്ങൾക്ക് വേണ്ടി പണിമുടക്കി വീട്ടിലിരിക്കുമ്പോൾ അരി മേടിക്കുവാൻ കാൽനടയായി കച്ചവടം ചെയ്യുന്ന ഒരു യുവാവ്. നെയ്ശ്ശേരി പൊടിപാറയിൽ ഷാജിയാണ് കാൽനടയായി മത്സ്യവ്യാപാരം നടത്തി വരുന്നത്. പണിമുടക്കോ സമരമോ ഷാജിയെ ബാധിക്കില്ല. ജോലി ചെയ്താൽ മാത്രമേ ഓരോ ദിവസവും തള്ളി നീക്കാനാവൂ. ഇങ്ങനെ എത്രയോ ഷാജിമാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്ക് വേണ്ടി പോരാടുവാൻ മാത്രം ആരുമില്ല. കഴിഞ്ഞ 30 വർഷമായി കാൽനടയായി മത്സ്യവ്യാപാരം നടത്തി വരികയാണെന്ന് ഷാജി പറഞ്ഞു. ഞാൻ കരുവണ്ണൂരിൽ നിന്ന് മീനെടുത്ത് നടന്ന് നെയ്ശ്ശേരി കൂടി ഇങ്ങനെ കോടിക്കോളം പഞ്ചായത്ത് കൂടി വീട്ടിൽ കൂടെ കൊണ്ടു കൊടുക്കും. തിരിച്ച് നടന്ന് കരുവണ്ണൂർക്ക് തന്നെ പോകും. എത്ര വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? 30 വർഷമായി. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അരിവടികളെ പൈസ നോക്കും നമുക്ക്. സ്ഥിരം ആളുകളുണ്ടോ? സ്ഥിരം ആൾക്കാരുണ്ട്, വീട്ടുകാർ. കരുവണ്ണൂർ എന്ന് പറയുന്നത് കോടിക്കോളം അങ്ങനെ കറങ്ങി വീണ്ടും കരുവണ്ണൂർക്ക് തന്നെ പോകും. യാതൊരു മടിയും കൂടാതെ 3 പതിറ്റാണ്ടായി കാൽനടയായി കച്ചവടം ചെയ്യുന്ന ഷാജിക്ക് ഒരു അഭ്യർത്ഥനയേയുള്ളൂ. എല്ലാവരും മീൻ വാങ്ങി സഹകരിക്കണം. ഫിഷ് സ്റ്റാളുകളും ഇരുചക്രവാഹനങ്ങളിൽ മത്സ്യം വിൽക്കുന്നവരും ഏറെയുള്ള നാട്ടിൽ ഇപ്പോഴും കാൽനടയായി മത്സ്യവ്യാപാരം നടത്തുന്ന ഷാജിയെപ്പോലുള്ളവർക്കാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രോത്സാഹനം നൽകേണ്ടത്. കരിമണ്ണൂരിൽ നിന്നും മത്സ്യം വാങ്ങി വണ്ടമറ്റം നെയ്ശ്ശേരി വഴി ഷാജി ദിവസവും മടങ്ങുന്നു. എന്തായാലും പണിമുടക്ക് ദിവസവും അന്നന്ന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി പോരാട്ടം തുടരുന്ന ഷാജിയെപ്പോലുള്ളവർക്ക് ബിഗ് സല്യൂട്ട്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.